ഹായ് മൈ ഡിയർ ഫാമിലി, നമുക്കൊന്ന് ഈസി ആയിട്ടും നല്ല ടേസ്റ്റിയുമായ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം. നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ലഞ്ച് കൊടുത്തു വിടുന്നില്ലേ, ആ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് സ്നാക്സും തയ്യാറാക്കാം. നമ്മുടെ വൈകിട്ടത്തെ ചായക്കുള്ള ഒരു കടിയുമാവും. നമുക്ക് നോക്കാം. നല്ല ഈസിയാണ്. നമ്മൾ വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്കിതെല്ലാം തയ്യാറാക്കാം. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ പച്ചക്കായയില്ലേ, ഇതാണ്. ഒട്ടുമിക്ക കുട്ടികളും നമ്മുടെ ഈ പച്ചക്കായ എടുത്ത് കഴിക്കാൻ പാടായിരിക്കും. ഇവിടെ അതുപോലെ തന്നെയാണ്. പച്ചക്കായ നമ്മൾ കറി വെച്ച അവിയലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആ കായ കഴിക്കാൻ നല്ല പാടാണ്. പക്ഷേ ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള സാധനങ്ങളാണ്. കുട്ടികൾക്ക് ഏറ്റവും പോഷകങ്ങളും എല്ലാം നൽകുന്നത് നമ്മുടെ പച്ചക്കായയിലുണ്ട്. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കുവാണ്. ശേഷം ഒരു ബൗളിലേക്ക് അത് നല്ലോണം അരിഞ്ഞിടുന്നുണ്ട്. തിന്നായിട്ട് തന്നെ അരിയണമെന്നില്ല, ഇത് കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിന് അരിയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാവുന്നുണ്ട്. അത് നന്നായി വെന്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ചൂടാറിയ ശേഷം മിക്സിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു അര സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി, ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ ഞാനിവിടെ അത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് എണ്ണ, എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ചെയ്തെടുക്കാം. നീളത്തിനോ ചതുരത്തിനോ വട്ടത്തിനോ നമുക്ക് എന്താണോ എളുപ്പം അതേപോലെ ഷേപ്പ് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനൊരു 2-3 സ്റ്റെപ്പായിട്ട് ഇത് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ. ആ പച്ചക്കായുടെ ടേസ്റ്റോ ആ ഒരു കുത്തോ ഒന്നും അറിയത്തില്ല. പച്ചക്ക ആണെന്ന് പോലും നമുക്കത് ഒട്ടും മനസ്സിലാവത്തില്ല. നല്ല സൂപ്പറാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കട്ട്ലറ്റില്ലേ, അതേപോലത്തെ ടേസ്റ്റാണ് അത്. അകം നല്ല സോഫ്റ്റും ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. അല്ല മൊത്തത്തിൽ നല്ലോണം ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ കടലമാവ് ചേർത്ത സമയത്ത് കുറച്ച് റവയോ മൈദയോ ചേർക്കാം. അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷേ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പം ഞാനിത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു പച്ചക്ക തന്നെ മതിയാകും, ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെ ധാരാളം. കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും. പിന്നെ ചില കുട്ടികൾ സോസ് കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം. പക്ഷേ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ചിലർ ചോദിക്കും എണ്ണയിൽ പൊരിക്കുന്നത് എങ്ങനെയാണ് ഹെൽത്തി ആവുന്നതെന്ന്. എപ്പോഴും നമ്മൾ എണ്ണ പലഹാരമല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. എണ്ണ കുറച്ച് കഴിച്ചെന്നും പറഞ്ഞ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അസുഖം എന്ന് നമ്മൾ പുറമേ മേടിച്ച് കൊടുക്കുന്ന പലഹാരത്തെക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.